പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദഗ്നീന്ദ്രരാജാദുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. പ്രിയവ്രതൻ തൻ പ്രിയപുത്രനഗ്നീന്ദ്രൻ എന്ന രാജന്നു ജനിച്ചു നാഭി അനേക യജ്ഞങ്ങൾ നടത്തി നീയാം പ്രിയസ്വരൂപത്തെ അറിഞ്ഞു കണ്ണാൽ. പ്രിയവ്രതൻ്റെ പ്രിയപുത്രനായ അഗ്നീന്ദ്രൻ എന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു നാഭി. അദ്ദേഹം അനേക യാഗങ്ങൾ നടത്തി ആ യജ്ഞമധ്യത്തിൽ തന്നെ തനിക്ക് ഏറ്റവും പ്രിയമായ വിഷ്ണു സ്വരൂപത്തെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞു. അഭീഷ്ടുതസ്തത്ര മുനീശ്വരസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർത്ഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ സ്ഥിരോദതാ ബഹ്യിഷി വിശ്വമൂർത്തേ. മുനീന്ദ്ര യാചിച്ചു സ്തുതിക്കെ ആത്മസമൻ സുതന്നായി വണങ്ങി നാഭി സ്വയം ജനിപ്പേനഹമെന്നു ചൊല്ലി അഗ്നാഗ്നിയിൽ മഞ്ഞിതു വിശ്വമൂർത്തി. ചുറ്റും മുനീശ്വരന്മാർ യജിച്ച് സ്തുതിക്കുമ്പോൾ തനിക്ക് തുല്യനായ ഒരു പുത്രൻ വേണം എന്ന് വരം ചോദിച്ച നാഭിയോട് നിന്റെ മകനായിട്ട് ഞാൻ തന്നെ വന്ന് അവതരിക്കും എന്ന് പറഞ്ഞ് വിശ്വമൂർത്തിയായ ഭഗവാൻ യജ്ഞാഗ്നിയിൽ തന്നെ അപ്രത്യക്ഷനായി. നാഭിപ്രിയായാമഥ മേരുദേവ്യാം ത്വമംശതോ ഭൂർദൃഷഭാഭിധാന അലോക സാമാന്യ ഗുണപ്രഭാവപ്രഭാവിതാശേഷ ജനപ്രമോദ. വിഷ്ണുംശഭൂതൻ ഋഷഭൻ ജനിച്ചു നാഭിക്കു മേരുദേവീ വയറ്റിൽ അലോക സാമാന്യ ഗുണപ്രഭാവം കൊടുത്തിതാനന്ദമശേഷലോകേ. നാഭിയുടെ പത്നിയായ മേരുദേവി വിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ടാരാ ജനിച്ചത്? ഋഷഭാവതാരം ഉണ്ടായി. സാധാരണ ലോകത്തിലെ കുട്ടികളുടെ ഇടയിൽ കാണാത്തതായിട്ടുള്ള പലവിധ സാമാന്യമായ ഗുണപ്രഭാവങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ പ്രദർശിപ്പിക്കുന്ന ആ രാജകുമാരൻ സകല ജനങ്ങൾക്കും ആനന്ദദായകനായി ഭവിച്ചു. ത്വയിത്രിലോകീഭൃതി രാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവം നിഷേവി ഗതക്കിലാനന്ദപദം പദം തേ. ത്രിലോകഭർത്താ ഭഗവാനിലേകി സ്വരാജ്യമാ നാഭിഗമിച്ചു കാട്ടിൽ മാതാവുമൊത്ത് ആത്മപദം ഭജിച്ചു നേടി തവാനന്ദപദം ത്വദേകം. ത്രിലോകഭർത്താവാണ് വിഷ്ണു. അങ്ങനെയുള്ള ലോകഭർത്താവായ ആ ഭഗവാനിൽ ആ സ്വപുത്രനിൽ തൻ്റെ ചെറിയ ഒരു രാജ്യം ഏൽപ്പിച്ചിട്ട് രാജഭാര്യ ഏൽപ്പിച്ചിട്ട് നാഭി മേരുദേവിയോടൊപ്പം വാനപ്രസ്ഥത്തിന് പോയി. അവിടെ ഇരുന്ന് ആത്മചിന്തയോടുകൂടി ഈ ഭഗവാനെ തന്നെ ഭജിച്ച് നീ തന്നെയാവുന്ന ഏകമായ പരമാനന്ദ പദത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാത് സ്വവർഷനാസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യ സ്വവർഷമേനത് വ്യദധാ സുവർഷം. ഉത്കർഷ കണ്ട് ഈർഷ്യയോടിന്ദ്രദേവൻ വർഷിച്ചതില്ല അജനാഭവർഷേ. സുവർഷമാക്കി സ്വയോഗശക്തിയ സ്വവർഷമാക്കി ഋഷഭാഖ്യദേവൻ. ഋഷഭൻ്റെ രാജ്യത്തിൻ്റെ പഴയ പേര് അജനാഭവർഷം എന്നാണ്, ഭാരതം എന്നല്ല. നാഭിയുടെ രാജ്യമാണ്. അപ്പോൾ അജനാഭവർഷമായിരുന്നു. ആ അജനാഭവർഷത്തിൻ്റെ ഉത്കർഷം കണ്ടിട്ട് ഇന്ദ്രന് സഹിച്ചില്ല. അപ്പം ഇന്ദ്രൻ ചെയ്തു അവിടെ മഴയില്ലാണ്ടാക്കി. മഴയില്ലാണ്ടായ ഫാമിൻ ക്ഷാമമൊക്കെ വരില്ലേ. അപ്പോൾ പരമയോഗിയായ ഋഷഭദേവൻ സ്വന്തം യോഗശക്തി കൊണ്ട് സ്വവർഷമായ അജനാഭവർഷത്തിൽ ധാരാളം മഴ വർഷിച്ചു. അതിനെ സുവർഷമാക്കി തീർത്തു. അങ്ങനെ കണ്ടപ്പോൾ എന്താ തോറ്റുമല്ലോ ഇന്ദ്രൻ. അപ്പം എന്താ ഇന്ദ്രൻ ചെയ്തത്? ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹൻ ആത്മരഥാചയോപി അചീജനസ്തത്ര ശതം തനൂജാൻ യശാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രനേകി കമനി ജയന്തി ജിതേന്ദ്രിയൻ വേട്ടവൾ ഇന്ദ്രപുത്രി ശതം സുതന്മാർ ഭരതൻ മുതിർന്നോൻ ക്ഷിതീശനായി മഹിതൻ മഹാത്മൻ. പരാജിതനായ ഇന്ദ്രൻ സ്വന്തം പുത്രിയായ ജയന്തിയെ ഋഷഭന് വിവാഹം കഴിച്ചു കൊടുത്തു. ഇന്ദ്രപുത്രിയായ ജയന്തിയെ ജിതേന്ദ്രിയനായ ഇന്ദ്രൻ സമ്മാനിച്ച ഇന്ദ്രപുത്രിയായ ജയന്തിയെ ജിതേന്ദ്രിയനും ആത്മരഥനുമാണെങ്കിൽ പോലും ഋഷഭൻ വിവാഹം കഴിച്ചു. അതങ്ങനെയാണ് പണ്ട് കാലത്ത്. തോറ്റ രാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കും. അപ്പം രണ്ടു പേർക്കും മനസ്താപമില്ല. അവളുടെ കുട്ടി പിന്നെ രാജാവാകുമല്ലോ. അവളിൽ അങ്ങനെ അദ്ദേഹത്തിന് 100 മക്കളുണ്ടായി. അതിൽ മൂത്ത ആളാണ് മഹാത്മാവായ ഭരതൻ. ആ ഭരതൻ പിന്നീട് രാജാവായി. പിന്നെയാണ് ഭാരതം എന്നുള്ള പേര് വരുന്നത്. ബാക്കി കുട്ടികളൊക്കെയോ? നവാഭവൻ യോഗിവരാനവാന്യൈ ത്വപാലയൻ ഭാരതവർഷഗണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തപോബലാത് ഭൂസുരഭൂയമീയോ. 9 ഭാരത ക്ഷേത്രപാലർ
ഒരൊമ്പതായി ശ്രീ നവയോഗി വര്യർ അശീതിയേകം തവശേഷപുത്രർ തപോബലർ ബ്രാഹ്മണരായി പാരിൽ. ആ ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയെന്ന് പറയണം. ഋഷഭൻ്റെ 9 മക്കള് പ്രസിദ്ധരായ നവയോഗികളായി. ആ നവയോഗികളാണ് നമ്മുടെ തിരുനാവാ ക്ഷേത്രമൊക്കെ സ്ഥാപിച്ചത്. ഈ നവയോഗികളാണ് യദു മഹാരാജാവിന് ഭാരതത്തിൽ കാവേരി തീരത്ത് വെച്ചിട്ട് ഭാഗവതധർമ്മം ഉപദേശിച്ചതും അവരാണ്. പിന്നെ വേറൊരു 9 മക്കൾ ഭരതൻ്റെ രാജ്യത്തെ 9ആയി ഭാഗിച്ച് ആ 9 ഭാഗങ്ങളെ പരിപാലിക്കുന്ന രാജാക്കന്മാരായി തീർന്നു. ഭരതൻ ചക്രവർത്തി, വേറെ 9 ആൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ 9 ഭാഗങ്ങളെ പാലിക്കുന്ന രാജാക്കന്മാർ. എന്നാലും വേണ്ട ബാക്കി 81. ആ 81 പേര് അവരവരുടെ തപോബലം കൊണ്ട് ഭാരതത്തിലെ ബ്രാഹ്മണന്മാരായി ഭവിച്ചു. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇതിലെ ഋഷഭൻ എന്ന് പറയുന്ന ആള് ജൈനരുടെ ആദ്യത്തെ തീർത്ഥങ്കരനാണ്. അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭാഗവതധർമ്മം വിഷ്ണുധർമ്മം സ്ഥാപിച്ച ആളും. അപ്പം അവർക്ക് രണ്ടുപേർക്കും റൂട്ട് ഒന്നാണ്. ഇതിലത്തെ ഈ നവയോഗികളാണ് ഭാഗവതധർമ്മം യദുവിന് പഠിപ്പിച്ചു കൊടുത്തത്, യാദവന്മാർക്ക്. അവർ തന്നെയാണ് ഈ തിരുനാവ ക്ഷേത്രം ഇതാക്കിയതൊക്കെ. ഇവരെയാണ് ഈ എന്താണ് പട്ടേരിമാർ, നമ്മുടെ പയ്യൂർ പട്ടേരിമാരൊക്കെ ഈ നവയോഗിമാരുടെ ആൾക്കാരാണ്. അവർ വലിയ ഫിലോസഫേഴ്സൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള 81 ആൾ ബ്രാഹ്മണന്മാരായി. അപ്പം വൈഷ്ണവരും ജൈനരും ബ്രാഹ്മണരും ഒക്കെ ഒരു റൂട്ടിൽ നിന്നാണ് ജനിച്ചത് എന്നുള്ള കഥയാണ് വാസ്തവത്തിൽ ഋഷഭൻ്റെ കഥ. ഋഷഭൻ ഫസ്റ്റ് തീർത്ഥങ്കരൻ, ഫസ്റ്റ് ഭാഗവതൻ. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഭാഗവതധർമ്മം വിഷ്ണുധർമ്മം അല്ലെങ്കിൽ ബ്രാഹ്മണധർമ്മം പാലിച്ചവർ. ഉക്ത്വാ സുതേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത്യന്വിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തി അഥാ ജഡോന്മത്ത പിശാചചര്യ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? പുത്രർക്ക് മുക്തിക്കുപദേശമേകി ഭക്തി വിരക്തി പദം ഓദിദേവൻ മുനീന്ദ്രമധ്യേ പരഹംസവൃത്തി ജഡൻ പിശാചോന്മതചര്യയേറ്റു. ഋഷഭൻ മഹർഷിമാരുടെ മധ്യത്തിൽ വെച്ച് തൻ്റെ മക്കൾക്ക് ഭക്തിയും വിരക്തിയും ചേർന്ന മുക്തിമാർഗം ഉപദേശിച്ചിട്ട് സ്വയം പരമഹംസവൃത്തി സ്വീകരിച്ചു. ജഡനെപ്പോലെയും ഉന്മത്തനെപ്പോലെയും പിശാചിനെപ്പോലെയൊക്കെ ഉള്ള ചില ചര്യകൾ അനുസരിച്ച് ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെയും ചെന്ന് കിടക്കും, എന്തും കഴിക്കും, അങ്ങനെയൊക്കെ നാരായണീയത്തിൻ്റെയൊക്കെ ചര്യ പോലെ അങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. വികാരഹീനൻ പരമാത്മഭാവൻ പലർക്കു നൽകി പരമോപദേശം. തിരസ്കൃതൻ ആത്മരസാഭിലീനൻ തികച്ചു മേഘൻ വിഹരിച്ചു ഭൂവിൽ. വികാരരഹിതനായിട്ട് പരമാത്മഭാവം പ്രാപിച്ച് മറ്റുള്ളവർക്കൊക്കെ ആത്മോപദേശവും കൊടുത്ത് എല്ലാവരാലും ഈ ഇങ്ങനെയുള്ള ചര്യ സ്വീകരിച്ചു തുടങ്ങിയാലേ എല്ലാവരും ഉപേക്ഷിക്കും. അങ്ങനെ എല്ലാവരാലും തിരസ്കൃതനാവും ചെയ്തു. അവസാനം അങ്ങനെ ആത്മാനന്ദരസത്തിൽ മുങ്ങി ഏകനായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ അവസാനം എന്താ ഉണ്ടായത്? ശയൂവൃതം ഗോമൃഗ കാകചര്യ ഭരിച്ചു ബ്രഹ്മസ്വരൂപമായി ദഹിച്ചു തീയിൽ കുടകിൽ മഹാത്മൻ അകറ്റ വേണം അവതാപമൊഴി. അതായത് പെരുമ്പാമ്പ്, ശയൂവ്രതം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിൻ്റെ വ്രതം. എന്താ പെരുമ്പാമ്പിൻ്റെ വ്രതം? പെരുമ്പാമ്പ് ഇങ്ങനെ അന്നങ്ങാണ്ട് കിടക്കുകയുള്ളൂ. വിശന്നാ എന്താ കയ്യിൽ കിട്ടിയത് തിന്നും ചെയ്യും. അതിന് വേറെ ഇന്നത് പാടില്ല, ഇന്നത് വേണം, അങ്ങനെ ഒന്നുമില്ല. എന്തും തിന്നും. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ വെറുത്ത അലസനായിട്ട് കിടക്കും. പിന്നെ പശുവിൻ്റെ ചര്യ, പുല്ലും വേണമെങ്കിൽ തിന്നും. മാനിൻ്റെ ചര്യ, കാക്കയുടെ ചര്യ, എന്തും തിന്നും. അങ്ങനെയുള്ളൊരു തരം ജീവിതചര്യകളൊക്കെ സ്വീകരിച്ചിട്ട് അതിലൊക്കെ ബ്രഹ്മം തന്നെ എന്നുള്ളൊരു ബ്രഹ്മസ്വരൂപം, ഞാനും ബ്രഹ്മം അവരൊക്കെയും ബ്രഹ്മം, അവരുടെ പോലെയൊക്കെ ജീവിക്കുക എന്നുള്ളൊരു തരം രീതിയിലേക്ക് എത്തിച്ചേർന്ന ഋഷഭൻ കുടകിൽ വെച്ചിട്ട്, കുടകിലെ മലനിരകളിൽ, കുടകിലെ വനത്തിൽ വെച്ചിട്ട് കാട്ടുതീയിലാണ് ദഹിച്ചു പോയത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്, കാട്ടുതീയിൽ. അങ്ങനെ കുടകിൽ വെച്ചിട്ട് ഈ ജിനൻ മരിച്ചത് കൊണ്ടാണ് പിൻകാലത്തുള്ള പല രാജാക്കന്മാരും അല്ലെങ്കിൽ തങ്ങളുടെ വംശത്തിൻ്റെ ആദ്യത്തെ ആൾ എന്നുള്ളതിൽ
പല രാജാക്കന്മാരും പല യോഗികളും ചന്ദ്രഗുപ്തന്മാരിനൊക്കെ കുടകിൽ വന്നിട്ടല്ലേ ഭദ്രബാബുവൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. കുടകിൽ വന്നിട്ട് ചന്ദ്രഗിരിയിൽ വന്നിട്ട് അവസാനത്തെ ജീവിതകാലം കഴിക്കാൻ തുടങ്ങിയത് ഈ ഋഷഭൻ ഇങ്ങനെ അവിടെ വെച്ച് മരിച്ചതുകൊണ്ടാണ്. കുടക് അങ്ങനെ എല്ലാവരുടെയും ഒരു അവസാന സ്ഥലമായി തീർന്നു.